നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് തൃശ്ശൂരിൽ വന്നത്. ഇന്നലെ തൃശ്ശൂരിൽ വെച്ച് മഹിളാ സംഗമം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ അതിൻ്റെ ഭാഗമായി. അതിൽ പ്രധാനപ്പെട്ട ഒരു അതിഥിയായിരുന്നു നടി ശോഭന. ശോഭന മാത്രമായിരുന്നില്ല, ബീന കണ്ണൻ തുടങ്ങി ധാരാളം ആളുകളുണ്ടായിരുന്നു. പി ടി ഉഷയൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശോഭനയെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ നടക്കുന്നത്. നടി ശോഭന സംഘപരിവാർ ആഭിമുഖ്യമുള്ള വ്യക്തിയാണോ എന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അജ്മീസ്, ശോഭന നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഇഷ്ടമുള്ളൊരു നടിയും നർത്തകിയുമാണ്. അപ്പോൾ പൊതുവെ മലയാളികൾക്ക് ഈ സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളോട് ഒരു വിയോജിപ്പ് എപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ കുറച്ച് മുഖ്യധാരയിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ. കാരണം മലയാളികൾ പൊതുവെ സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ശോഭന ആ പരിപാടിയിൽ പോയതിനെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ശോഭന പോയതാണ് പലർക്കും ഭയങ്കര സങ്കടമായിട്ടൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇന്നലെ എന്നാൽ ശോഭന എന്തിനാ അവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്. ശോഭന കേരളീയം പരിപാടിയിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ ശോഭന ആ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് ശോഭനയെ ഒരു സംഘപരിവാർ ആഭിമുഖ്യമുള്ള വ്യക്തിയായി മുദ്ര കുത്തുന്നത് ശരിയാണോ? രേഷ്മയുടെ ചോദ്യത്തിൽ തന്നെ കുറേ അധികം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, മലയാളികളുടെ പൊതുവായ നിലപാട് സംഘപരിവാർ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 35 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട് BJP. അപ്പോൾ ആ വോട്ട് ചെയ്യുന്നവരൊക്കെ RSSൻ്റെ സിദ്ധാന്തം വായിച്ചിട്ടാണോ, അതല്ല നരേന്ദ്രമോദിയുടെ പാസ്റ്റ് അറിഞ്ഞിട്ടാണോ, ആരാണ് നരേന്ദ്രമോദി എന്നിട്ട് അറിഞ്ഞിട്ടാണോ, RSS എന്താണെന്ന് അറിഞ്ഞിട്ടാണോ വോട്ട് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ഒന്നും ആവണമെന്നില്ല. പല പല കാരണങ്ങൾ വോട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ 35 ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ നമ്മൾ 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് ഒരു 10% മുതൽ 15% വരെ ആൾക്കാർ BJP വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും സിനിമാ പ്രവർത്തകർ, കലാകാരന്മാർ, പ്രൊഫഷണലുകൾ പലരും അതിൽ ഉണ്ടാവാം. ജീവിതത്തിൻ്റെ വ്യത്യസ്ത സ്റ്റാറിലുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ മലയാളികളുടെ പൊതുവായ നിലപാട് സംഘപരിവാർ വിരുദ്ധമാണെന്ന് അങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്യാൻ പാടില്ല. കേരളത്തിൽ ഒരു 10 മുതൽ 15% വരെ ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ BJP ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടാൽ ഒരു കലാകാരൻ പോകുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. ശോഭന കുറച്ചും കേരളീയം പരിപാടി പങ്കെടുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ അംബാസഡർ കൂടിയാണ്. അപ്പോൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ശോഭന കേരളീയത്തിൻ്റെ അംബാസഡറാണല്ലോ, അപ്പോൾ അവർ ഈ BJPയുടെ പരിപാടി പോയത് ശരിയായോ? അതിന് ഗോവിന്ദൻ മാസ്റ്റർ കൊടുക്കുന്ന മറുപടി വളരെ പക്കയാണ്. അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി, അത് ഒരു പാർട്ടി പരിപാടി ആയിരിക്കാം, അവർ ക്ഷണിച്ചോ, അവർ പോയി, അതിന് ഞാൻ ശോഭനയെ കുറ്റപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ആളുകളെ പെട്ടെന്ന് ചാപ്പിയടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശോഭന അവരുടെ കലാജീവിതത്തിൽ ഒരിക്കൽ പോലും അവരുടെ ഒരു രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിച്ചിട്ടില്ല. അവർ വോട്ട് ചെയ്യുന്നുണ്ട്. അവരാർക്കാണ് വോട്ട് ചെയ്യുന്നത് പോലും അവർ പറയാറില്ല. അവരാരെയും പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനയും ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഷയത്തിലോ രാഷ്ട്രീയ വിഷയത്തിലോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ ഇറക്കാത്ത ആളാണ്. മറ്റൊന്ന്, അവരുടെ ഒരു സാമൂഹ്യ മൂല്യം എന്ന് പറയുന്ന ഒരു കലാകാരി എന്ന നിലയിലാണ്. രേഷ്മ അവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. കലാപരമായി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കലാകാരിയാണ്, വളരെ ഇൻ്റലിജൻ്റ് ആണ്. പക്ഷെ മറ്റൊരു കാര്യത്തിൽ അവർ ആ ഇൻ്റലിജൻസ് പ്രയോഗിച്ചതായിട്ട് അറിയുകയേ ചെയ്യില്ല. അങ്ങനെ ഒരാളെ അവർ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് അവർ ആ രാഷ്ട്രീയം പേർന്നവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ UM എന്നൊരു പരിപാടി കണ്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കൊച്ചിയിൽ നടന്നിരുന്നു. ആ കൊച്ചിയിൽ നടന്ന ആ പരിപാടി അതും പാർട്ടി പരിപാടിയാണ്, BJPയുടെ പരിപാടിയാണ്. ആ പരിപാടിയിൽ അന്ന് ചില സിനിമാ താരങ്ങൾ പങ്കെടുത്തിരുന്നു. നവ്യ നായർ പങ്കെടുത്തിരുന്നു. പിന്നെ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലൊരു ഹീറോയിൻ ഉണ്ടല്ലോ, അവരുടെ പേര് ഞാൻ മറന്നു, അപർണ ബാലമുരളി, അവർ പങ്കെടുത്തിരുന്നു. അവരൊക്കെ എന്താണ് RSSകാരോ അല്ലെങ്കിൽ BJPക്കാരോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയം പേരുന്നവരാണോ? അല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പാർട്ടി പരിപാടിയിൽ ഒരാൾ പങ്കെടുത്തു എന്ന് കരുതി അവർ ആ രാഷ്ട്രീയം പേർന്നവരാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. മറ്റൊന്ന്, അവർക്ക് പ്രത്യേകമായൊരു പരിഗണന കൊടുക്കേണ്ടത് അവർ കലാകാരന്മാരാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ എല്ലാ കലാകാരന്മാരും രാഷ്ട്രീയ ബോധമുള്ളവരാണെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ഈ ഒരു ചാപ്പകുത്തൽ വലിയ തോതിലുള്ള സാമൂഹിക ശൈഥില്യത്തിന് കാരണമാകും. അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. ഇപ്പോൾ ഈ ശോഭന പങ്കെടുത്തതിനെക്കുറിച്ച് ശോഭന പങ്കെടുക്കാൻ പാടില്ലായിരുന്നു, അത് മോശമായി പോയി എന്ന് പറയുന്ന ഏതെങ്കിലും പ്രമുഖരായ വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല. ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡിൽ വരുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചത്, അല്ലാത്ത ഉണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ കണ്ടതിൽ ശോഭന പോയത് മോശമായിപ്പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിന് അത്രേ പ്രാധാന്യം ആളുകൾ കൊടുക്കുന്നുള്ളൂ. കാരണം അവർ അങ്ങനെ പോയി എന്നുള്ളത് അവരുടെ ആ രാഷ്ട്രീയം പേർന്നൊന്നും ആരും കരുതുന്നില്ല എന്നതാണ്. പിന്നെ ഞാൻ കണ്ടത് ചില സ്ഥലത്തൊക്കെ ആളുകൾ വന്നിട്ട് ശോഭന
ഒരു മോശം നടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. അത് സർക്കാസായിട്ട് ഇടുന്നതാണ്. ആര് അത് സംഘപരിവാർ അനുകൂലിൽ സർക്കാസായിട്ട് ആരും ഇത് ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി സർക്കാസ് പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ വേറെ എവിടെയും ഞാൻ അതങ്ങനെ വ്യാപകമായി കണ്ടിട്ടില്ല. ഈ ചാപ്പേടി, അതായത് ഇപ്പം മോഹൻലാൽ സംഘപരിവാർ ആഭിമുഖ്യമുള്ള ആളാണ് എന്ന് വ്യാപകമായ പ്രചാരണമുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് കാണുക. അദ്ദേഹം ഏതെങ്കിലും BJP നേതാവിൻ്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഇടുക. പണ്ട് മോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം എഴുതിയ ബ്ലോഗുകളെ കുറിച്ച് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ രാഷ്ട്രീയ നിലപാട് ചിലപ്പോൾ അവരങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ശോഭനയോ മോഹൻലാലോ ഒക്കെ ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയമുള്ളതാണെന്നിരിക്കട്ടെ, അത് അവരുടെ കലാപ്രവർത്തനത്തെയും അവർ സമൂഹത്തിന് കൊടുത്ത സംഭാവനകളെയും ഒട്ടും ഇല്ലാതാക്കുന്നില്ല. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. മോഹൻലാലും ഈ ചാപ്പേടിക്ക് ഇരയായിപ്പെട്ട ആൾ മാത്രമാണോ? ഇനി അങ്ങനെ അല്ല എന്ന് തന്നെ കരുതിക്കോ. അദ്ദേഹം ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ പാർട്ടിക്കാരനാണ്, എൻ്റെ രാഷ്ട്രീയമാണ്, അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏരിയ അതല്ല. ഇനി അങ്ങനെയാണെന്ന് തന്നെ കരുതിക്കോ. ഒരാൾ BJPയുടെ അനുഭവമുള്ള ഒരു കലാകാരൻ, അയാൾ ആ BJP അനുഭവം ഉണ്ട് എന്ന് കരുതി അയാളുടെ കലാപരമായ സംഭാവനകൾ ഇല്ലാതാവും? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇല്ലാതാവുമെന്ന്. അങ്ങനെ എത്ര പേരുണ്ട്. ഇപ്പോൾ ഭരത് ഗോപിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം RSS അനുഭവമുള്ള ആളായിരുന്നു. ഭരത് ഗോപിയുടെ അഭിനയത്തിന് എന്തെങ്കിലും അദ്ദേഹം സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ എന്തെങ്കിലും മോശം വന്നിട്ടുണ്ടോ? അങ്ങനെ എത്രയോ പേരെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ആളുകൾ അങ്ങനെ ചാപ്പ് കുത്തേണ്ട കാര്യമില്ല. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഒരാൾ CPM നിന്ന് രാജിവെച്ച് BJP ചേരുവാണെങ്കിൽ നമുക്ക് പറയാം അയാൾ ഇത്ര നാൾ പ്രൊഫസ് ചെയ്തതല്ല ഇപ്പോൾ അയാൾ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരാൾ CPM പോവുകയാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഫാഷിസത്തിനെതിരെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പോയി നാളെ BJP ചേർന്നാൽ നമുക്ക് വിമർശിക്കാം, അല്ലെങ്കിൽ BJP ആയി. അതല്ല, അതൊരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തു എന്ന് കരുതി അതവരുടെ സ്വകാര്യതയാണ്. അവർ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ള ഒരു സ്വകാര്യതയാണ്. അവർ ഉള്ളിൽ എന്തെങ്കിലും രാഷ്ട്രീയം പേരിൻ്റെ ഒരു സ്വകാര്യതയാണ്. അതിൻ്റെ പേരിൽ അവർ മോശം കലാകാരിയാണ്, അവർ ഡാൻസ് മാത്രം അറിയാവുന്ന ആളാണ്, അവർക്ക് അഭിനയിക്കാൻ അറിയില്ല, അവർ അത്ര വലിയ നടിയൊന്നുമല്ല എന്നൊക്കെ പറയുന്നത് അല്പത്തരമാണെന്ന് എനിക്ക് പറയാം. യെസ്, ഞാൻ സംഘപരിവാറിനോട് മലയാളികൾ എതിർത്ത് നിൽക്കുന്നു ഞാൻ പറഞ്ഞത് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് എതിർപ്പുള്ള ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ റാവു, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ശോഭന ഒരു സംഘപരിവാർ ആഭിമുഖ്യമുള്ള ആളാണ് എന്ന് പറയുന്നതിലൂടെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, അജിംസ് പറഞ്ഞു അങ്ങനെ ഒരു ചാപ്പകുത്തൽ നടക്കുന്നു എന്ന്. അങ്ങനെ ഒരു ചാപ്പകുത്തൽ നടക്കുമ്പോൾ അതിൽ ഈ സംഘപരിവാറിനുണ്ടാകുന്ന ഒരു മൈലേജ് എന്താണ്? കാരണം പലരെയും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്കതിനകത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം, എല്ലാവരും എഴുതി കാണുന്നു, നമ്മൾ ശോഭനയെ നിങ്ങൾ കൊണ്ടുപോയി സംഘി പാളയത്തിൽ കെട്ടാൻ പാടില്ല, അവരെ അങ്ങനെ ചാപ്പ കുത്താൻ പാടില്ല, അവരുടെ രാഷ്ട്രീയ സദസ്സിലെ അവരുടെ സാന്നിധ്യത്തെ നമ്മൾ ബുദ്ധിപൂർവ്വം അവഗണിക്കുകയാണ് വേണ്ടതെന്ന്. എനിക്ക് മറിച്ച് അഭിപ്രായങ്ങളുണ്ട്. അതായത് സംഘപരിവാർ അവർ മുന്നോട്ട് വെക്കുന്ന വിദ്വേഷ രാഷ്ട്രീയം ഇപ്പോൾ നേടുന്ന ഏറ്റവും വലിയ നേട്ടം അവയെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ സംഘപരിവാറിലൂടെ ചെയ്യുന്നതെല്ലാം സാധാരണമാണ്, അതിൻ്റെ കൂടെ ആളുകൾ പോകുന്നതെല്ലാം സാധാരണമാണ് എന്ന മട്ടിൽ ആ വിഭജന രാഷ്ട്രീയത്തോടൊപ്പം ആർക്കും ചേരാം. അതിൻ്റെ വേദിയിൽ പോകുന്ന ആളുകൾക്ക് എന്തിനേയും കവറപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ കഴിയും. ആ നോർമലൈസിങ് പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയിലൂടെയാണ് അത് വേര് പിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരാൾ സംഘപരിവാറിൻ്റെ വേദിയിൽ പോയി നിൽക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം മലയാളി ചോദിക്കുന്നുണ്ടെങ്കിൽ അത് മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഞാൻ പറയാം. അപ്പോൾ ശോഭനയ്ക്ക് രാഷ്ട്രീയമായ ആഴമില്ല, രാഷ്ട്രീയമായ ചിന്തയില്ല. നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ BJPക്കാർ ഒന്ന് വിളിച്ചപ്പോൾ അവർ പോയി, CPMൻ്റെ പരിപാടിയിൽ വിളിച്ചപ്പോയി. നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ അവിടെ പോയി വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കുമ്പോൾ, നാരി ശക്തി എന്നുള്ള ബാനറിന് താഴെ നിൽക്കുമ്പോൾ, നാരി ശക്തി ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ, ഈ രാജ്യത്ത് വനിതകൾ എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ആ പ്രയാസത്തിൽ BJP ഭരണകൂടത്തിന് എന്തുമാത്രം ഉത്തരവാദിത്തമുണ്ട് എന്ന് ജനങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ അത് ശരിയായ രാഷ്ട്രീയ പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന സാധാരണവൽക്കരണം ഉണ്ടല്ലോ, ആർക്കും പോകാം നരേന്ദ്രമോദിക്കൊപ്പം, ആർക്കും പോകാം BJPക്കൊപ്പം, ആർക്കും പോകാം RSSനൊപ്പം, ആർക്കും പോകാം വിഭജന രാഷ്ട്രീയത്തിനൊപ്പം. ഏതെങ്കിലും ഒരു വനിതാ സംവരണ ബില്ലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുത്തലാഖ് ബില്ലിൻ്റെ മാത്രം പേരിൽ നമുക്ക് എല്ലാവർക്കും പോയി നിൽക്കാം എന്ന ചിന്തയല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് ഓഡിറ്റിംഗ് നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് അതാണ്. അവരെ സംഖ്യയാക്കുന്ന വഴി സംഘപരിവാറിന് നേട്ടമുണ്ടെന്ന് ചോദിച്ചാൽ സംഘപരിവാർ നേട്ടം ഉണ്ടാക്കാൻ അവരുടെ പണി വേറെ തന്നെ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട്, ശോഭനയ്ക്ക് രാഷ്ട്രീയമായ തെളിച്ചമില്ലെങ്കിൽ ആ തെളിച്ചത്തിലേക്ക് ഒരുപക്ഷെ അവരെ തുറന്നു വിടുന്നതാണ് ഈ ചർച്ചയെങ്കിലോ. ഞാൻ BJPയുടെ വേദിയിൽ പോയി, അതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് അവരാലോചിക്കില്ലേ? അല്ലേ, നാളെ ഒരാൾ പോകാൻ ആലോചിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ സംഭവം എന്താണ്, ഇപ്പോൾ ശോഭന അടക്കമുള്ള വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ആരാധിക്കുന്ന, ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ എല്ലാവരും കൂടി പോയി നിൽക്കുകയെന്ന് വെച്ചാൽ
ഈ പറയുന്ന സാധാരണവൽക്കരണ പദ്ധതിക്ക് ആക്കം കൂട്ടുകയാണ്. സാധാരണ ഒരു മനുഷ്യൻ എന്താ വിചാരിക്കുക? ഇപ്പം ഇന്നലെ ശോഭന അവിടെ പോയെന്ന് പ്രസംഗിക്കുന്നു. വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത് ആശാവഹമായ ഒന്നാണ്, എനിക്ക് അത്ഭുതം ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പോൾ സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യൻ അത് കാണുമ്പോൾ, ഒരു സ്ത്രീ അത് കാണുമ്പോൾ എന്താ, നോക്കൂ ശോഭനയെ പോലുള്ള ആൾക്കാർ പോലും അവിടെ പോയി നിൽക്കുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണെന്നൊക്കെ വെറുതെ പറയുകയാണ്. ശോഭന പോലും പോയി നിൽക്കുന്നു. ശോഭന എന്നിട്ട് വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ വനിതാ സംവരണ ബില്ല് പൊള്ളയാണ്. ശോഭന പോയി നിൽക്കുന്ന വേദിയിൽ വിദ്വേഷത്തിൻ്റെ അടിത്തറയുണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കണം എന്നേ പറയും. അതുകൊണ്ട് എനിക്ക് ഈ ഓഡിറ്റിങ്ങിൽ വലിയൊരു അപാകത തോന്നുന്നില്ല. നമ്മൾ മലയാളികൾ എല്ലായിടത്തും സംഭവിക്കുന്ന എന്താണ്? എല്ലായിടത്തും കാലിക്കടത്ത് നടക്കുന്നു. കാലിക്കടത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്നു. ആദ്യത്തേത് അഖിലാഖിൻ്റെ ചർച്ചയാവുന്നു. രണ്ടാമത് ആരാണ് കൊല്ലപ്പെട്ടത്? മൂന്നാമത് കൊല്ലപ്പെട്ടത് രേഷ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷേ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു. എല്ലാം നോർമലൈസ് ചെയ്യപ്പെട്ടു. ആരുടെയും പേര് പോലും നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ ഈ പടർച്ചയുണ്ടല്ലോ, പല വഴികളിലൂടെയുള്ള പടർച്ച, അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ആർക്കും അതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ വ്യഗ്രതയൊന്നുമില്ല. പക്ഷേ മലയാളത്തിലുള്ള ആളുകൾ, നിങ്ങൾ സംഘപരിവാറിൻ്റെ വേദിയിൽ പോകുന്നുള്ള ചോദ്യം ചോദിക്കുന്നതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ശോഭനയെ സംഖ്യയാക്കുന്നത്, ഇനിയിപ്പോൾ അവർക്ക് ആ രാഷ്ട്രീയത്തെ അവർ പുലുകിയിട്ടുണ്ടോ എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ. അവർ സംഖ്യയായിപ്പോയി, അവർ നാളെ മുതൽ വർഗീയ കലാപത്തിന് ഇറങ്ങും എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ അവരെ കൂടി ചിന്തിപ്പിക്കുന്ന തരത്തിൽ, നാളെ പോകാനിരിക്കുന്ന ഒരാളെ കൂടി ചിന്തിപ്പിക്കുന്ന തരത്തിൽ, സൗഹാർദ്ദത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വേദിയിലല്ല നിങ്ങൾ നിൽക്കുന്നത്, വിഭജനത്തിൻ്റെ വേദിയിലാണ് നിൽക്കുന്നത് എന്ന കാര്യം പറയാൻ മലയാളികൾ ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഈ ചർച്ച കാണുന്നത്. എനിക്ക് അതിൽ പോസിറ്റീവായിട്ട് തോന്നുന്നു. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശോഭനയ്ക്ക് സംഘപരിവാർ ആഭിമുഖ്യം ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ അതിനെ ചർച്ച ചെയ്യാൻ, ആ വിഷയം ഉയർത്തിപ്പിടിക്കാൻ, അതിനെക്കുറിച്ച് പല തലത്തിൽ ചർച്ച നടത്താൻ മലയാളികൾക്കാകുന്നു. അതിനുള്ള രാഷ്ട്രീയ ബോധം മലയാളികൾക്കുണ്ട് എന്നുള്ളത് വലിയ ആശാവഹം തന്നെയാണ്.